Welcome to LKLS Star Maths class in the Kerala syllabus 10th standard മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ പേജ് നമ്പർ 15ലുള്ള സമ്മാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ ഫസ്റ്റ് അപ്ലോഡ് ചെയ്തതാണ്. അതായത് റൈറ്റ് ദ ഓൾജിബ്രിക് എക്സ്പ്രഷൻസ് ഫോർ ദ ഫോളോയിങ് സീക്വൻസസ് ഗിവൻ ബിലോ എന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ചെയ്തു, ഇത് സെക്കൻഡ് വണ്ണാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. ഓക്കെ, കണ്ടോ, ഇതാണ് നമ്മുടെ സെക്കൻഡ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 1 വരുന്ന നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസ് ഫോം ചെയ്യാൻ നമ്മളെങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടെത്തുക? ഇതാണ് നമ്മുടെ നമ്പേഴ്സ് അല്ലേ, 1, 4, 7, 10. ഇതിനെ എല്ലാത്തിനെയും എന്താണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 റിമൈൻഡർ വരും അല്ലേ, ശിഷ്ടം 1 വരുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഇതാണ് നമ്മുടെ ഒരു ശ്രേണി എന്ന് പറയുന്നത്. എന്താണ് അതിനെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് 1, 4, 7, 10. അപ്പോൾ നമ്മൾക്ക് ഈ 4 തുടങ്ങിയിട്ട് നമ്മൾക്കൊന്ന് ഇത് ഈ 1, 2, 3, 4 എന്ന് എഴുതിയിരിക്കുന്നത് ഓരോ നമ്പറിൻ്റെ സ്ഥാനമാണ്, പൊസിഷൻ അല്ലേ. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ് നമ്പർ, ദിസ് ഇസ് തേർഡ് വൺ, ഇത് ഫോർത്ത് വൺ. സോ ഈ കിടക്കുന്ന 1, 2, 3, 4 എന്നുള്ളതൊക്കെ എന്താണ് ഈ കിടക്കുന്ന സീക്വൻസിൻ്റെ പൊസിഷനാണ്. ലാസ്റ്റ് വന്നിട്ട് എന്താണ് nth എന്ന് പറഞ്ഞാൽ അവിടെ ഏത് നമ്പർ വേണമെങ്കിലും ആവാം. ഓക്കെ, സോ നമ്മൾ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുമ്പോൾ എന്താണെങ്കിലും ഈ nth ടേം വെച്ചിട്ടാണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോം ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് നോക്കിയേ, നമ്മളുടെ ഈ പൊസിഷൻ എടുത്തു സെക്കൻഡ് വൺ, ഫസ്റ്റ് അവിടെ നിന്നോട്ടെ സെക്കൻഡ് വൺ. സോ സെക്കൻഡ് പൊസിഷൻ എടുത്തിട്ട് അതിൻ്റെ കൂടെ എന്താ മൾട്ടിപ്ലൈ ചെയ്തു? 3 മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. 2 × 3 -2. 2 3s are what? 6. 6 - 2 4. അടുത്ത പൊസിഷൻ എടുത്തു 3 × ഇതേ 3 - 2 ഇട്ടു കൊടുത്തു. സോ 3 3s are 9. 9 - 2 what? 7. കണ്ടോ, ഈ 7 കിട്ടി. അടുത്തതോ ഫോർത്താണ്. സോ 4 × 3 - 2 ചെയ്തു. എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾക്ക് എന്താ കൊടുത്തിരിക്കുന്നത്? 3 - 2 ആണ് അല്ലേ. സോ 4 3s are 12 - 2 = ലാസ്റ്റ് 10 കിട്ടി. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഈ 3 - 2 കൊണ്ട് അപ്ലൈ ചെയ്ത് 1ൻ്റെ അവിടെ 1 കിട്ടോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. കണ്ടോ, 1 × 3 - 2. സോ 1 × 3 മീൻസ് വാട്ട്? 3 - 2. 3 - 2 ചെയ്താൽ എന്ത് കിട്ടും? 1. അപ്പോൾ ഇതൊരു നമുക്ക് നമ്മുടെ ഇതെന്തായി? സാറ്റിസ്ഫൈഡ് ആയി, എല്ലാം നമുക്ക് കിട്ടി. ഇനി നമ്മുടെ nth ടേം, ഈ nth ടേം എടുക്കുമ്പോഴെങ്ങനെയാണ്? ഇങ്ങനെ കുറേ നമ്പേഴ്സ് ഉണ്ടല്ലോ, ഇനിയും പോകുന്നുണ്ട്. അപ്പോൾ nth വരുമ്പോൾ എന്ത് വരും? n × 3 - 2. സോ 3 × n എന്താണ്? 3n - 2. സോ ഓൾജിബ്രിക് എക്സ്പ്രഷനാണ് ഈ കിടക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ലാസ്റ്റ് എന്ത് എഴുതാം? therefore xn = 3 - 2. കണ്ടോ, അതാകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 = 3n - 2. ക്ലിയർ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട, എങ്ങനെയാണ് 2 × 3 - 2 ഇങ്ങനെ തന്നെ എഴുതണം എന്ന് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ഈ 2ൻ്റെ കൂടെ നമുക്ക് 2 മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, 2 × 2 = 4. നമുക്ക് 4 കിട്ടിയതാണ്. ഇതാണ് നമ്മുടെ സീക്വൻസ് 1, 4, 7, 10 അല്ലേ. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. സോ 2 2s are 4. ഓക്കെ, അത് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത പൊസിഷനായിട്ടുള്ള ഇത് സെക്കൻഡ് പൊസിഷനാണ്, ഇത് തേർഡ് പൊസിഷനാണ്, ഇത് ഫോർത്ത് പൊസിഷനാണ്. സോ സെക്കൻഡ് പൊസിഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയല്ലേ 2 × 2 ചെയ്തപ്പോൾ 4. ഇനി തേർഡ് പൊസിഷൻ എടുത്താലോ 3 × 2. എല്ലാം ഒരേ നമ്പേഴ്സ് തന്നെ എടുക്കണം കേട്ടോ. സോ 3 × 2 ചെയ്തപ്പോൾ 6. പക്ഷേ ഇവിടെ എന്താ കിടക്കുന്നത്? 7 ആണല്ലേ. നമുക്ക് വേണ്ടത് 7 ആണ്, പക്ഷേ കിട്ടിയത് എന്താണ്? 6 ആണ്. സോ അത് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഇനി 4 × 2, ഫോർത്ത് പൊസിഷൻ എടുത്തു, അതിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എത്രയാണ് കിട്ടിയത്? 8. ബട്ട് ഹിയർ വി ഹാവ് വാട്ട്? 10. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഏതെങ്കിലും രീതിയിൽ ഈ 4നെ മറ്റൊരു തരത്തിൽ കിട്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തു? ഈ 2ൻ്റെ കൂടെ എന്ത് ചെയ്തു? 3 മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. നോക്കിയേ, 2ൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്തു. 3 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6. പക്ഷേ നമ്മൾക്ക് എന്താ വേണ്ടത്? ആക്ച്വലി നമുക്ക് വേണ്ടത് ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ കിടക്കുന്ന ആൾ ആരാണ്? 4 ആണ്. സോ നമുക്ക് 4 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും 2 × 3 - 2 അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടി? 3 2s are 6. 6 - 2 4 കിട്ടി. നമ്മുടെ സെക്കൻഡ് പൊസിഷൻ കിട്ടി. അത് കഴിഞ്ഞ് തേർഡ് പൊസിഷൻ നോക്കാം. 3 × 3 - 2. കണ്ടോ, 3 - 2 എല്ലായിടത്തും കൊടുക്കുക. സോ 3 3s are 9. 9 - 2 what? 7. കണ്ടോ, നമ്മുടെ തേർഡ് പൊസിഷൻ കിട്ടിയത് കണ്ടില്ലേ. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? നമുക്ക് ഫോർത്ത് പൊസിഷൻ എടുക്കുക, 3 - 2 ചെയ്യുക. കണ്ടോ, 3 4s are 12. 12 - 2 what?
10. അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ പല രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഈ 4നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. ഏറ്റവും അവസാനം 1ലേക്ക് പോന്നാൽ മതി കേട്ടോ. സെക്കൻഡ് പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ക്ലിയറായോ ആൻസറാ? അപ്പോൾ നമ്മളുടെ ഫൈനൽ ആൻസർ എന്താണ്? 3n - 2. ഇപ്പോൾ ഈ 3n - 2 എന്ന് വന്നു. ഇതെങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാകാതെ നോക്കി. ഈ 3ൻ്റെ കൂടെ ഏതെങ്കിലും ഒരു നമ്പർ, ഇപ്പോൾ 3 4 12 അല്ലേ, മൈനസ് 3 × n ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നിന് പകരം 4 കൊടുത്തു. ഇനി എന്താ ഉള്ളത്? -2 ഉണ്ട്. സോ -2 ഇടാം. ഇതെന്താണ്? 12 -2 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുക? 10 കിട്ടും അല്ലേ. ഇനി ഈ 10നെ നിങ്ങൾ 3 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ റിമൈൻഡർ എന്ത് കിട്ടും? 10നെ നമുക്ക് 3 കൊണ്ടിട്ട് ഡിവൈഡ് ചെയ്യാം. 3 3s are 9. റിമൈൻഡർ വാട്ട്? 1. കണ്ടോ? നമ്മുടെ എന്താ പറഞ്ഞിരുന്നേ? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 എന്നാണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടണം. സോ നമ്മുടെ ആൻസർ കറക്റ്റ് അല്ലേ? 3n - 2 ആണ് നമ്മുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. അതെങ്ങനെ എഴുതണം? xn = 3n - 2. ക്ലിയർ? ഇത് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. താങ്ക് യു.